Good morning, children. How are you? Are you safe at home? Yes. Last class, we had studied about uh, one important endocrine gland and its hormones. Okay, ഏത് endocrine gland ആ പഠിച്ചത്? Pancreas and its hormones, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗൺ അല്ലേ? അത് നന്നായിട്ട് പഠിച്ചോളണം. ടുഡേ വി ഹാവ് ടു സ്റ്റഡി അനദർ ഇമ്പോർട്ടൻറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡ്, ദാറ്റ് ഈസ് തൈറോയിഡ് ഗ്ലാൻഡ്. Thyroid gland is the largest endocrine gland. Look at this picture. This is our endocrine gland, thyroid. ഇതാണ് നമ്മുടെ തൈറോയ്ഡ്. നെക്ക് റീജിയനിലാണ് തൈറോയ്ഡ് കാണുന്നത്. മനസ്സിലായത്? നെക്ക് റീജിയനിൽ ബട്ടർഫ്ലൈ ഷേപ്പിലാണ് കാണുന്നത് അല്ലേ? ദിസ് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലാൻഡ് ആൻഡ് ദിസ് തൈറോയ്ഡ് ഗ്ലാൻഡ് secrete two hormones, thyroxine and calcitonin, which are the hormones secreted by this endocrine gland thyroid. Thyroid gland secrete ചെയ്യുന്ന ഹോർമോണാണ് തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ. തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ അത് ഓർത്ത് വെച്ചോണം. ആൻഡ് വി ക്യാൻ സീ parathyroid gland in the thyroid gland. അത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ തന്നെ വേറെ 4 ചെറിയ ലോബ് പോലെ കാണുന്നതാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ, ദിസ് യെല്ലോ കളർ, ഈ യെല്ലോ കളറിൽ കാണുന്ന ഈ 4 ഗ്ലാൻഡ് അതാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പോൾ നിങ്ങൾക്ക് തൈറോയ്ഡ് ഗ്ലാൻഡും പാരാതൈറോയ്ഡ് ഗ്ലാൻഡും മനസ്സിലായി. And parathyroid gland produce a hormone called parathormone. Which is the hormone produced by parathyroid gland? Parathormone. Name the hormones produced by thyroid gland. ഏതൊക്കെയാണ്? തൈറോക്സിൻ ആൻഡ് കാൽസിറ്റോണിൻ. ഇപ്പോൾ രണ്ടും ക്ലിയർ ആക്കുക. തൈറോയ്ഡ് ഗ്ലാൻഡും പാരാതൈറോയ്ഡ് ഗ്ലാൻഡും. ഹോർമോൺസ് തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോക്സിൻ, കാൽസിറ്റോണിൻ. ദെൻ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് പാരാതോർമോൺ. ദെൻ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദിസ് തൈറോക്സിൻ? തൈറോക്സിൻ്റെ ഫങ്ഷൻ എന്താണ്? അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈറോക്സിനാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഹോർമോൺ. What is the function? That is controls all metabolic activities. So this thyroid gland controls metabolic activities. Metabolic activities means anabolism and catabolism. Anabolism means building up process and catabolism means ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സ്. ഈ 2 പ്രോസസ്സും നമ്മുടെ ബോഡിയിൽ നടക്കുന്നതിനാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെറ്റബോളിസത്തിൽ അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റി കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? തൈറോയിഡ് ഗ്ലാൻഡ്. ആ തൈറോയിഡ് ഗ്ലാൻഡിൽ തന്നെ തൈറോക്സിനാണ് മെയിനായിട്ടും മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നത്. ദെൻ വാട്ട് ആർ ദ അതർ ഫങ്ഷൻസ് ഓഫ് ദിസ് തൈറോയിഡ് ഗ്ലാൻഡ് ഓർ തൈറോക്സിൻ? എന്താണ് ഈ ഹോർമോൺസിൻ്റെ ഫങ്ഷൻ? ഇൻക്രീസസ് എനർജി പ്രൊഡക്ഷൻ. തൈറോക്സിൻ്റെ നോർമൽ ഫങ്ഷനാണ് ഇൻക്രീസസ് എനർജി പ്രൊഡക്ഷൻ, റേസസ് ദ റേറ്റ് ഓഫ് മെറ്റബോളിസം, ആക്സിലറേറ്റ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിൻ ഇൻ ദ ഫീറ്റൽ സ്റ്റേജ് ആൻഡ് ഇൻഫൻസി, റെഗുലേറ്റ്സ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ. അപ്പോൾ ഈ ആക്ടിവിറ്റീസാണ് ആര് ചെയ്യുന്നത്? തൈറോക്സിൻ ചെയ്യുന്നത് അല്ലേ? എനർജി പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു, മെറ്റബോളിക് റേറ്റ് കൂട്ടുന്നു, ആക്സിലറേറ്റ് ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രെയിൻ ഇൻ ദ ഫീറ്റൽ സ്റ്റേജ് ആൻഡ് ഇൻഫൻസി, റെഗുലേറ്റ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ. So these are the normal function of thyroid
ഗ്ലാൻഡ് അല്ലെങ്കിൽ തൈറോക്സിൻ. തൈറോക്സിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ മെയിൻ ഫങ്ഷൻ ഇതാണ്. ഇനി നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, ഈ തൈറോക്സിൻ നമുക്ക് ഒരുപാട് കൂടിയാലും പ്രശ്നമാണ്, ഒത്തിരി കുറഞ്ഞാലും പ്രശ്നമാണ്. മനസ്സിലായോ? ഇനി അതുപോലെ തൈറോക്സിൻ്റെ പ്രോപ്പർ ഡെവലപ്മെൻറ്റിന് അയഡിൻ ഈസ് എസെൻഷ്യൽ. അയഡിൻ ഈസ് essential for the production of this thyroxine. So thyroid gland needs iodine to produce thyroxine. So deficiency of iodine result a disorder called goiter. Look at this picture. This is swelling of thyroid gland. Swelling of thyroid gland is known as goiter. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ദിസ് ഈസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ. അയഡിൻ്റെ കുറവ് കൊണ്ടാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. അതായത് കഴുത്തിങ്ങനെ വീർത്ത് കാണപ്പെടുന്നു. അപ്പോൾ ഇത് നമ്മൾ വരാതിരിക്കാനായിട്ട് അയഡിൻ കൂടുതലുള്ള ഫുഡ് കഴിക്കുക. അപ്പോൾ കൂടുതലുള്ള ഫുഡ് ഏതൊക്കെയാണ്? സീ ഫിഷിൽ ധാരാളം എന്തുണ്ട്? അയഡിനുണ്ട്. അപ്പോൾ ഫിഷ് നമ്മൾ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ഗോയിറ്റർ വരുന്നത് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ. അയോഡിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഗോയിറ്റർ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ റിസൾട്ട്സ് ഗോയിറ്റർ. അപ്പോൾ അയോഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് വാട്ട്? തൈറോക്സിൻ. തൈറോക്സിൻ്റെ പ്രൊഡക്ഷന് ഏറ്റവും അത്യാവശ്യമാണ് അയഡിൻ. അപ്പോൾ ഇനി നമ്മൾ പഠിച്ചു തൈറോക്സിൻ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അപ്പോൾ അങ്ങനെ കൂടിയാൽ ചില അണ്ടർ പ്രൊഡക്ഷൻ ആൻഡ് ഓവർ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ലീഡ്സ് ടു ഡിസീസ്. നമ്മുടെ ബോഡിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അത് നോക്കൂ. ഹൈപ്പോതൈറോയിഡിസം, അതായത് അണ്ടർ സെക്രീഷൻ, തൈറോക്സിൻ്റെ ഉൽപ്പാദനക്കുറവ് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലമാണ് ഹൈപ്പോതൈറോയിഡിസം. എന്തൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ സിംറ്റം? നോക്കൂ. ലോ മെറ്റബോളിക് റേറ്റ്, സ്ലഗ്ഗിഷ്നെസ് എന്ന് പറയുമ്പോൾ മന്ദത, ദെൻ ഇൻക്രീസ്ഡ് ബോഡി വെയ്റ്റ്, ഹൈപ്പർ ടെൻഷൻ, ഇൻഫ്ലമേഷൻ ഇൻ ബോഡി ടിഷ്യൂ. These are the symptoms of hypothyroidism. ഇനി ഈ ഹൈപ്പോതൈറോയിഡിസം തന്നെ കുട്ടികളിൽ തൈറോക്സിൻ്റെ കുറവ് വന്നാൽ എന്ത് പറ്റുന്നു? ഇറ്റ് ഹിൻഡേഴ്സ് ദ പ്രോപ്പർ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ്. അതായത് അത് ഇൻഫൻസിയിലോ ഫീറ്റൽ സ്റ്റേജിലോ ആകാം. ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് ക്രെറ്റിനിസം. വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് ക്രെറ്റിനിസം. എന്താണ്? തൈറോക്സിൻ്റെ അളവ് കുറയുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ഡിസീസ്. മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് റിട്ടാർഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് തടസ്സപ്പെടുന്നു. ഇനി അതുപോലെ മുതിർന്നവരിലാണ്, അഡൽട്ടിനാണ് തൈറോക്സിൻ്റെ അളവ് കുറയുന്നതെങ്കിൽ വേറൊരു ഡിസീസ് ഉണ്ടാകും. ദാറ്റ് ഈസ് മിക്സഡമ. അഡൽട്ടിലുണ്ടാകുന്ന ഡിസീസ് എന്താണ്? മിക്സഡമ. ഇനി ഓവർ പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഓൾസോ റിസൾട്ട് സർട്ടൻ ഡിസീസസ്. ഓവർ പ്രൊഡക്ഷൻ ഓർ എക്സസീവ് പ്രൊഡക്ഷൻ. അപ്പോൾ കൂടുതലായിട്ട് തൈറോക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സിംറ്റംസ് കാണിക്കുന്നത്? ഹൈ മെറ്റബോളിക് റേറ്റ്, റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ, എക്സസീവ് സ്വെറ്റിംഗ്, ഇൻക്രീസ്ഡ് ഹാർട്ട് ബീറ്റ്, വെയ്റ്റ് ലോസ്, ഇമോഷണൽ ഇംബാലൻസ്. ഇതാണ് മെയിൻ സിംറ്റം ഹൈപ്പർ തൈറോയിഡിസം. ഇനി അതുപോലെ തന്നെ മുതിർന്നവരിൽ കൂടുതൽ തൈറോക്സിൻ അല്ലെങ്കിൽ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ലീഡ്സ് ടു അനദർ ഡിസോർഡർ, ദാറ്റ് ഈസ് എക്സോഫ്താൽമിക് ഗോയിറ്റർ, ദാറ്റ് ഈസ് ബൾജിങ് ഓഫ് ഐ. നമ്മൾ ഐ ബൾജ് ചെയ്ത് വരുന്നു. ഇതുപോലെ ഐ എന്ത് ചെയ്യുന്നു? ബൾജ് ചെയ്ത് വരുന്നു. ഇതുപോലെ ഐ തള്ളി
ബൾജ് ചെയ്ത് വരുന്നതിനാണ് എന്ത് പറയുന്നത്, എക്സോഫ്താൽമിക് ഗോയിറ്റർ. നമ്മൾ വേറൊരു ഗോയിറ്റർ പഠിച്ചല്ലോ, ദാറ്റ് ഈസ് സിമ്പിൾ ഗോയിറ്റർ. അതെന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ. എക്സോഫ്താൽമിക് ഗോയിറ്റർ എന്തുകൊണ്ടാണ് വരുന്നത്? ഓവർ പ്രൊഡക്ഷൻ ഓർ എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ ഇൻ അഡൾട്ട് ലീഡ്സ് ടു എക്സോഫ്താൽമിക് ഗോയിറ്റർ. അതിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് ബൾജിങ് ഓഫ് ഐസ്. അപ്പോൾ ഇപ്പോൾ രണ്ടും മനസ്സിലായല്ലോ. ഹൈപ്പർ തൈറോയിഡിസം എന്താണ്, ഹൈപ്പോ തൈറോയിഡിസം എന്താണ്, അതിൻ്റെയൊക്കെ സിംറ്റംസ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ഹോർമോണിൻ്റെ അളവ്, തൈറോക്സിൻ്റെ അളവ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അത് രണ്ടും നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നു. ഇനി അത് രണ്ടും, ഹൈപ്പർ തൈറോയിഡിസം, ഹൈപ്പോ തൈറോയിഡിസം രണ്ടും നിങ്ങൾ ഒരു കോളത്തിൽ ഇതുപോലെ എഴുതി പഠിക്കുക. നോട്ട്ബുക്കിനകത്തും ഇതുപോലെ എഴുതിയിടുക. ലോ മെറ്റബോളിക് റേറ്റ്, മറ്റേ ഹൈ മെറ്റബോളിക് റേറ്റ് അല്ലേ. ഹൈപ്പോ തൈറോയിഡിസത്തിന് സ്ലഗിഷ്നെസ്, ഹൈപ്പർ തൈറോയിഡിസത്തിന് റൈസ് ഇൻ ബോഡി ടെമ്പറേച്ചർ, ഹൈപ്പോ തൈറോയിഡിസം ഇൻക്രീസ് ഇൻ ബോഡി വെയ്റ്റ്, മറ്റേത് എക്സസീവ് സ്വെറ്റ്, ദെൻ ഹൈപ്പോതൈറോയിഡിസത്തിന് ഹൈപ്പർ ടെൻഷൻ, ഇൻഫ്ലമേഷൻ ഇൻ ബോഡി ടിഷ്യൂ. അതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക, ഇതുപോലെ എഴുതുക. ദെൻ അനദർ എൻഡോക്രൈൻ ഗ്ലാൻഡ്, നമ്മൾ പഠിച്ച എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? തൈറോയിഡിനോട് ചേർന്ന് കിടക്കുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡ് ഏതാണ്? പറയൂ. പാരാതൈറോയിഡ്. വിച്ച് ഇസ് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ പാരാതൈറോയിഡ് ഗ്ലാൻഡ്? പാരാതോർമോൺ. അപ്പോൾ ഈ പാരാതോർമോണും നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാൽസിറ്റോണിനും ചേർന്ന് നമ്മുടെ ബോഡിയിലെ മെയിൻ ഒരു ഫങ്ഷൻ ചെയ്യുന്നു. അതെന്താണെന്ന് നോക്കൂ. മെയിൻറ്റെയിൻ ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻ അവർ ബോഡി. അപ്പോൾ വാട്ട് ഈസ് എ നോർമൽ ലെവൽ ഓഫ് കാൽസ്യം ഇൻ അവർ ബോഡി? 9 to 11 milligram per 100 ml of blood. That is a normal level of calcium in our body, and this level is maintained by two hormones. Which are they? Calcitonin and parathormone. Calcitonin is produced by thyroid gland, and this parathormone is produced by parathyroid gland. വ്യക്തമായല്ലോ. ഇനി നോക്കൂ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്ലഡിൽ ഇപ്പോൾ 9 to 11 അത് നോർമലാണ്. ചിലപ്പോൾ നമ്മൾ കൂടുതൽ കാൽസ്യം കഴിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ട് നമ്മുടെ കാൽസ്യത്തിൻ്റെ അളവ് കൂടിയെന്നിരിക്കട്ടെ. അതായത് 11 എന്നുള്ളത് ഒരു 80, 90 അല്ലെങ്കിൽ 20 ആയി, അതാണ് കൂടുക എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 9ൽ നിന്ന് ഒരുപാട് 1 or 2 അതാണ് കുറയുക എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും വരാതെ നമ്മുടെ ഈ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നു. എങ്ങനെയാണോ? ലുക്ക് അറ്റ് ദിസ് ഫ്ലോ ചാർട്ട്. അതായത് വെൻ ദ ലെവൽ ഓഫ് കാൽസ്യം ഇൻക്രീസസ്, കാൽസ്യത്തിൻ്റെ ലെവൽ അല്ലെങ്കിൽ കാൽസ്യത്തിൻ്റെ ലെവൽ ഇപ്പോൾ 11 എന്നൊരു 20 അല്ലെങ്കിൽ 17 ഒക്കെ ആയെന്നിരിക്കട്ടെ. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്തു അല്ലേ. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ തൈറോയ്ഡ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അപ്പോൾ ഈ മെസ്സേജ് തൈറോയ്ഡ് ഗ്ലാൻഡിന് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യും? കൂടുമ്പോൾ കാൽസിറ്റോണിൻ നമ്മുടെ ബ്ലഡിലേക്ക് വരുന്നു. മനസ്സിലായോ? കാൽസിറ്റോണിൻ എവിടെ വരുന്നു? നമ്മളുടെ ബ്ലഡിൽ വരുന്നു. എന്നിട്ട് എന്തൊക്കെ ചെയ്യും? ബ്ലഡിൽ കൂടിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അത് കുറയ്ക്കാൻ നോക്കും, നോർമലാക്കാൻ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? എക്സസ് കാൽസ്യം സ്റ്റോർ എക്സസ് കാൽസ്യം ഫ്രം ദ ബ്ലഡ് ടു ബോൺസിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. മനസ്സിലായി? അപ്പോൾ ബ്ലഡിലുള്ള എക്സസ് കാൽസ്യം എങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും? ബോണിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അതുപോലെ തന്നെ പ്രിവെൻറ്റ്സ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ് ഓഫ് കാൽസ്യം ഫ്രം ബോൺ ടു ബ്ലഡ്. എന്നിട്ട് ബ്ലഡിൽ കാൽസ്യം മിക്സ് ചെയ്യാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എക്സസ് വരുന്നത് എങ്ങോട്ട് കൊണ്ട് കൊടുക്കുന്നു? ബോൺസിലും അതുപോലെ കിഡ്നിയിലും കൊടുക്കുന്നു. മനസ്സിലായോ? എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്യും? കൂടിയ കാൽസ്യം ബ്ലഡിൽ കാണിക്കാതെ നോർമൽ ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി ലെവൽ കുറഞ്ഞെന്നിരിക്കട്ടെ, കാൽസ്യത്തിൻ്റെ ലെവൽ ഒരുപാട് താഴ്ന്നു പോയി. അപ്പോഴെന്താണ് ചെയ്യുന്നത്? പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഈസ് സ്റ്റിമുലേറ്റഡ്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് സ്റ്റിമുലേറ്റ് ചെയ്യുകയും പാരാതോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു. മനസ്സിലായോ? എന്നിട്ട് ഈ പാരാതോർമോൺ എന്ത് ചെയ്യും? പാരാതോർമോൺ നമ്മൾ നേരത്തെ കൂടിയിരുന്ന
അപ്പോൾ എന്താണ് ബോൺസിലൊക്കെ കാൽസ്യം ഉണ്ടല്ലോ, അവിടെ നിന്നെല്ലാം എന്ത് ചെയ്യുന്നു, വലിച്ചെടുത്ത് ബ്ലഡിൽ കൊണ്ടുവരും. മനസ്സിലായല്ലോ? റീഅബ്സോർബ് കാൽസ്യം ഫ്രം കിഡ്നി ടു ബ്ലഡ്, റീഅബ്സോർബ് കാൽസ്യം ഫ്രം ബോൺസ് ടു ബ്ലഡ്. ബോണിൽ നിന്ന് ബ്ലഡിലേക്ക് കൊണ്ടുവരുന്നു, കിഡ്നിയിൽ നിന്ന് ബ്ലഡിലേക്ക് കൊണ്ടുവരുന്നു. സോ ദ ലെവൽ ഓഫ് കാൽസ്യം ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ അവർ ബ്ലഡ്. മനസ്സിലായല്ലോ? ഇപ്പോൾ ലെവല് കൂടുമ്പോൾ, കാൽസ്യത്തിൻ്റെ ലെവൽ കൂടുമ്പോൾ ഏത് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നു? ഏതാണ്? കാൽസിറ്റോണിൻ. മനസ്സിലായോ? ഇനി ബ്ലഡിൽ കാൽസ്യത്തിൻ്റെ ലെവൽ ഡിക്രീസ് ചെയ്യുമ്പോൾ വിച്ച് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ ബോഡി? പാരാത്തോർമോൺ. ഇതങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാം വ്യക്തമായിട്ട് പഠിക്കുക, നോട്ടിൽ എഴുതുക. ഇന്ന് തന്നെ ഇത് മാറ്റി വയ്ക്കരുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഗ്ലാൻഡ്സ്, 2 glands, thyroid gland and parathyroid gland, and their functions, very very important. Okay, so you should write all these things in your notebook. ഇതെല്ലാം തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഇന്ന് തന്നെ എഴുതുക. ഓക്കെ, ഈ ഫ്ലോ ചാർട്ട് എഴുതുക. ഹൗ the level of calcium is maintained in our blood by the action of 2 hormones, which are they? Calcitonin and parathyroid. കൂടുമ്പോൾ ഏതാണ് കുറയ്ക്കുന്നത്, നോർമലാക്കുന്നത്, കുറയ്ക്കുമ്പോൾ എങ്ങനെയാണ് കൂടുന്നത്, ഇത് രണ്ടുമാണ് എഴുതേണ്ടത്. ഓക്കെ, then when blood calcium increases, calcitonin is released from thyroid gland, and hence deposition of calcium in bones enhanced and prevents mixing of calcium to blood. When calcium level decreases, calcium is regained from kidney and prevents deposition of calcium in bones by the action of parathyroid. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. സോ യു ഷുഡ് റൈറ്റ് ദിസ് ക്വസ്റ്റ്യൻ, draw this flow chart, then symptoms of hypothyroidism and hyperthyroidism, then what is cretinism, then what is myxedema, ഇതെല്ലാം എഴുതുക. then what is goiter. Okay, write all these questions in your notebook and study all these things today. Okay, thank you.